വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനം ഒരിക്കൽ കൂടി ധ്യാനിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ വചനം പോഷിപ്പാൻ തക്കവണ്ണം ബലഹീന നടിയനെ അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തിരുവചനം ഞങ്ങളുടെ ജീവിതത്തിൽ മാതൃകയായി, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനുഗ്രഹമായി മുമ്പോട്ട് പോകാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുവാൻ ഞങ്ങളുടെ കാതുകളെയും സ്വീകരിപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങ് ഒരുക്കി തിരുനാമം ഇതിലൂടെ മഹത്വപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് യേശുവിനകത്ത് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി യെശയ്യാ പ്രവചനം 5-ാം അധ്യായം 5-ാമത്തെ തിരുവചനം, ദി പ്രൊഫസി ഓഫ് ഐസയ ചാപ്റ്റർ 5 വേഴ്സ് 5. ഇപ്പോൾ ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മെതിക്കപ്പെടും. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പ്രാചീന കാലത്ത് പ്രത്യേകിച്ച് കൃഷിയിൽ ആശ്രയിച്ച് ജീവിച്ചിരുന്ന കാലയളവിൽ മനുഷ്യർ ഭക്ഷണം അതിൽ ഏറെ പ്രാധാന്യം നൽകിയിരുന്നതുകൊണ്ടും പ്രത്യേകമായ അവരുടെ ഭക്ഷണത്തിൽ ഉപയോഗിച്ചിരുന്ന മുന്തിരി അതിന് വലിയ പ്രാധാന്യം ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. മുന്തിരി ചെടി നട്ട് അതിനെ പരിചരിച്ച് അതിൽ നിന്നുള്ള ഫലം വീഞ്ഞായിരുന്നാലും അപ്രകാരം അവരുടെ ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമായി മുന്തിരി ഉപയോഗിച്ചിരുന്നൊരു കാലയളവ് പ്രാചീന കാലത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തിരുവചനത്തിൽ പല സന്ദർഭങ്ങളിലും മുന്തിരിവള്ളിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. കർത്താവ് തന്നെ മുന്തിരിവള്ളിയെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. മുന്തിരിവള്ളിയും ശാഖകളും കർത്താവും നമ്മളും ആയി ഉപമിക്കുന്ന ആ മുന്തിരിയുടെ ഉപമ നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയും. പഴയ നിയമത്തിലും ഇപ്രകാരം മുന്തിരിയെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന അനേക ഭാഗങ്ങൾ തിരുവചനത്തിൽ നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയും. ഇവിടെ നാം വായിക്കുകയാണ്, ഇപ്പോൾ ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് പറയാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിക്കപ്പെടും. അപ്പോൾ ഒരു മുന്തിരിത്തോട്ടത്തെ പൂർണ്ണമായും നശിപ്പിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ പരിചരണം ഏറെ ആവശ്യമുള്ളതും വളരെ സൂക്ഷ്മമായി അതിൻ്റെ വളർച്ച മനസ്സിലാക്കി അതിന് വേണ്ടതൊക്കെയും നൽകി അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മുന്തിരിത്തോട്ടം അല്ലെങ്കിൽ ഒരു വിനിയാട് അതിനെ നശിപ്പിച്ച് കളയും. അല്ലെങ്കിൽ ഞാൻ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് പറയാം. ഞാനതിൻ്റെ വേലി പൊളിച്ച് കളയും, ചുറ്റുമുള്ള വേലി പൊളിച്ച് കളഞ്ഞ് അത് നശിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുമെന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് വിവക്ഷിക്കുന്നത്? തിരുവചനത്തിൽ നമുക്കറിയാം, നാം ആ തിരുവചനം മൊത്തമായി പഴയ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഉൽപ്പത്തി മുതൽ പരിശോധിക്കുമ്പോൾ 3 ഘട്ടങ്ങളായിട്ട് ഇപ്രകാരം തോട്ടങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ കഴിയും. ഒന്നാമത് നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 31-ാമത്തെ തിരുവചനത്തിലേക്ക് നാം വരുമ്പോൾ നാം ഇവിടെ വായിക്കുകയാണ്, താൻ സൃഷ്ടിച്ചതൊക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 6-ാം ദിവസം. ദൈവം ഈ ഭൂമിയിലെ സകലത്തെയും സൃഷ്ടിക്കുകയാണ്. വെളിച്ചവും വെള്ളവും അല്ലെങ്കിൽ വെള്ളത്തെ വേർതിരിക്കുന്നതും മരങ്ങളും വൃക്ഷങ്ങളും മൃഗങ്ങളും ഒക്കെയും ദൈവം സൃഷ്ടിച്ചു. എല്ലാം നല്ലതെന്ന് കണ്ടു. അതിനുശേഷം നാം താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും, നമുക്ക് വായിക്കുവാൻ തക്കോണം കഴിയുന്നത്, ദൈവം ജോലി ചെയ്യുവാൻ തക്കോണം മനുഷ്യനെ അവിടെ ആക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. 2-ാം അധ്യായത്തിന് 15-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ സൂക്ഷിക്കുന്നതിനുമായി അവിടെ ആക്കി. അപ്പോൾ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. 6-ാം ദിവസം അവന് ജോലി നൽകുകയാണ്. അവന് ഭക്ഷണം നൽകുന്നതായിട്ടും നമുക്ക് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. കാഴ്ചയ്ക്ക് മനോഹരവും ഭക്ഷിക്കുവാൻ നല്ല ഫലങ്ങളുള്ളതുമായ സകലവിധ വൃക്ഷങ്ങളും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു.
എന്നിട്ട് 16-ാം വാക്യത്തിൽ വായിക്കുകയാണ്, യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. അപ്പോൾ മനുഷ്യന് ആവശ്യമാകുന്ന ഭക്ഷണവും അവന് ജോലിയും ദൈവം നൽകിയാണ്. തുടർന്ന് അവന് തക്ക ഒരു തുണയെ ദൈവം നൽകുന്നതായി 2-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നാം വായിക്കുകയാണ്. ആദാം എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എന്നാൽ ആദാമിന് അനുയോജ്യമായ ഒരു തുണയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ദൈവം സൃഷ്ടിച്ചവയൊക്കെയും ആദത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയാണ്. നാം അതിന് മുമ്പുള്ള തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തിൽ നിന്ന് സൃഷ്ടിച്ച ശേഷം ആദാം അവയെ എന്തു വിളിക്കുമെന്ന് കാണുവാൻ യഹോവയായ ദൈവം അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ദൈവം സൃഷ്ടിച്ച ഓരോ ജീവജാലങ്ങൾക്കും പേരിടുവാനുള്ള അധികാരം ആദാമിന് നൽകുകയാണ്. അതിനെ എന്ത് വിളിക്കുമെന്ന് കാണുവാൻ യഹോവയായ ദൈവം അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു നാം വായിക്കുന്നു. തുടർന്ന് ഓരോ ജീവിയെയും ആദാം വിളിച്ചത് അതിൻ്റെ പേരായി തീർന്നു. അപ്പോൾ ആദാം ഓരോ ജീവജാലങ്ങൾക്കും പേരിട്ടു. പക്ഷേ തുടർന്ന് നാം വായിച്ചു, ആദാം എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവുകൾക്കും എല്ലാ കാട്ടുമൃഗങ്ങൾക്കും പേരിട്ടു. എന്നാൽ ആദാമിന് അനുയോജ്യമായ ഒരു തുണയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ സൃഷ്ടിയിൽ നിന്ന് മനുഷ്യന് ആദാമിന് അനുയോജ്യമാകുന്നൊരു തുണയെ കണ്ടെത്തുവാൻ കഴിയാത്തതുകൊണ്ട് അവനിൽ നിന്ന് തന്നെ അവൻ്റെ വാരിയല് എടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ച് അവന് തക്ക തുണയായി ദൈവം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ഇത് നാം ആദ്യത്തെ ഒരു തോട്ടത്തോട് നമുക്ക് ഉപമിക്കാം. എന്നാൽ നമുക്കറിയാം, മനുഷ്യൻ ആദാം ഹവ്വായും പാപം ചെയ്തതുമൂലം അവർ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അങ്ങനെ കാലങ്ങൾ കഴിയുമ്പോഴാണ് രണ്ടാമത് ഒരു ജനതയെ, ഒരു വ്യക്തിയിലൂടെ ഒരു ജനതയെ ദൈവം രൂപപ്പെടുത്തുന്നത്. അബ്രാം എന്ന ഒരു മനുഷ്യൻ ദൈവത്തെ, അല്ലെങ്കിൽ അന്യ ദൈവങ്ങളുടെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയിരുന്ന ഒരു തൊഴിലായിരുന്ന ഒരു മനുഷ്യൻ്റെ മകനാണ് അബ്രാം. അപ്പോൾ അവനെ വിളിച്ച് വേർതിരിച്ച് അവനെ കാണിപ്പാനിരിക്കുന്ന ഒരു ദേശത്തേക്ക് പോകുവാൻ കൽപ്പിക്കുകയാണ്. അവനിലൂടെ, അവൻ്റെ മക്കളിലൂടെ, അല്ലെങ്കിൽ അവൻ്റെ മകൻ്റെ മകൻ അബ്രാം കഴിഞ്ഞു, ഇസ്ഹാക്ക് കഴിഞ്ഞു, യാക്കോബിലുണ്ടായ 12 മക്കളിലൂടെ ഒരു ജനതയെ ദൈവം വാർത്തെടുക്കുകയാണ്. യാക്കോബിന് പേര് ദൈവം ഇസ്രായേൽ എന്ന് നൽകുന്നതായി നാം കാണുകയാണ്. അവിടെയാണ് ഇസ്രായേലിൻ്റെ ചരിത്രം വാസ്തവത്തിൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഈ 12 മക്കളിൽ നിന്നുണ്ടായ ഗോത്രങ്ങൾ, ഇസ്രായേൽ ജനത, ആ ജനത ദൈവത്തിൻ്റെ സ്വന്തം ജനതയായി ദൈവം കരുതുകയും അവരെ കാണുകയും അവരെ ഒരു നല്ല ദേശത്തേക്ക്, കനാനിലേക്ക് ദൈവം അയക്കുകയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ട്. 430 വർഷത്തെ അടിമത്തത്തിന് ശേഷം പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം എന്നാണ് നമ്മുടെ വായിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വളരെ ഫലഭൂയിഷ്ടമായ, വളരെ ഗുണമുള്ള ഒരു ഭൂമി. ദൈവം അവിടെ മറ്റുള്ളവരെ കൊണ്ട് വിളവുകളുണ്ടാക്കി, അവിടെ വീടുകളുണ്ടാക്കി ദൈവം ഈ ജനതയെ അവിടേക്ക് അയക്കുകയാണ്. എന്നിട്ട് അവർക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അവർ അധ്വാനിച്ചിട്ടില്ലാത്തതും അവർ കെട്ടിയിട്ടില്ലാത്ത ഭവനങ്ങളിൽ അവർ താമസിക്കുകയാണ്. അവർ നട്ടിട്ടില്ലാത്ത വൃക്ഷങ്ങളുടെ ഫലം അവർ അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഗ്രഹമായ ഒരു ജീവിതം ആ ജനതയ്ക്ക് ദൈവം നൽകുകയാണ്. പക്ഷേ ആ ജനത ദൈവത്തെ മറന്ന്, ദൈവത്തെ അനുസരിക്കാതെ, അല്ലെങ്കിൽ ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ട് അവർ മുമ്പോട്ട് പോകുമ്പോഴാണ് പ്രവാചകനിലൂടെ അവരോട് ഈ തിരുവചനം പറയുവാൻ കൊണ്ട് ദൈവം അരുളി ചെയ്യുന്നത്. എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ജനത ദൈവത്തിൻ്റെ സ്വന്തം ജനതയാണ്. അവിടേക്ക് പോകുന്നതിന് മുമ്പ് ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ കെട്ടിയിട്ടില്ലാത്ത ഭവനങ്ങളിൽ വസിക്കുമ്പോഴും, നിങ്ങൾ നട്ടിട്ടില്ലാത്ത വൃക്ഷങ്ങളുടെ ഫലം അനുഭവിക്കുമ്പോഴും, നിങ്ങളെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് കൊണ്ടുവന്ന യഹോവയായ എന്നെ മറക്കരുത്. 10 കൽപ്പനയിലെ ആദ്യത്തെ കൽപ്പന, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അപ്പോൾ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചത് അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനതയായിരിക്കും. ദൈവം എങ്ങനെ ആ ജനതയെ സ്വന്തമെന്ന് കരുതുന്നുവോ അപ്രകാരം ആ ജനതയും ദൈവത്തെ ഏകദൈവമായി, സത്യദൈവമായി, ആ ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു ജനതയായി മുമ്പോട്ട് പോകാൻ ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞ് അവരുടെ തലമുറകൾ കടന്നു വന്നപ്പോൾ അവർ ദൈവത്തെ മറന്ന് അന്യദൈവങ്ങളെ ആരാധിക്കുന്നു. അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നവരിൽ നിന്ന് ഭാര്യമാരെ എടുക്കുന്നു. അങ്ങനെ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയോടാണ് ഇവിടെ ഈ ഉപമയിലൂടെ യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്യുന്നത്. ഈ ഉപമയുടെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള തിരുവചനം നാം വായിക്കുമ്പോൾ,
ഇതിൻ്റെ അഗാധതയെക്കുറിച്ച് നമുക്ക് കാണുവാൻ തൊക്കെ കഴിയും. നാം വായിക്കുകയാണ്, ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലസമൃദ്ധിയുള്ള ഒരു കുന്നിന്മേലൊരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു മുന്തിരി തോട്ടം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും ഫലസമൃദ്ധിയുള്ള ഒരു കുന്നിന്മേൽ. അപ്പോൾ കനാൻ ദേശത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത്, ആ കനാൻ ദേശം അത്രയധികം ഫലപുഷ്ടമായിട്ടുള്ള മണ്ണുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, ഒറ്റുകാരെ വിട്ട് അവർ 2 പേര് തൂക്കിക്കൊണ്ട് വരികയാണ്. അതായത് അവിടെയുള്ള ഫലങ്ങൾ, മുന്തിരി ഫലമൊക്കെ അവർ കൊണ്ടുവരുന്നത് അത്രയധികം സമൃദ്ധമായി ഉണ്ടാകുന്ന ഒരു ഭൂമിയായിരുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലസമൃദ്ധിയുള്ള ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവൻ അതിൻ്റെ വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ ഏറ്റവും വിശിഷ്ടമായ മുന്തിരി നട്ടു. വെറുതെ ഒരു മുന്തിരി നടുകയല്ല, ആദ്യം എന്താണ് ചെയ്യുന്നത്? ആ സ്ഥലത്തിന് ചുറ്റും ഒരു വേലി കെട്ടുകയാണ്. അപ്പോൾ വേലി കെട്ടുമ്പോൾ ആ സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ മുതൽ, അല്ലെങ്കിൽ അവിടെ വന്യമൃഗങ്ങളോ മറ്റൊന്നും കടന്നു വന്നതിനെ മാന്തിക്കളയാതെ, ഒരു കൊച്ചു തൈ നടുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം, അതൊക്കെയും വന്യമൃഗങ്ങൾ വന്ന് തിന്ന് നശിപ്പിക്കും, ചവിട്ടി മെതിച്ച് കളയും. അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ ആദ്യമായി ചെയ്യുന്ന എന്താണ്? അവിടെ ഒരു വേലി കെട്ടുകയാണ്. അതിൻ്റെ വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അപ്പോൾ ഈ മണ്ണിൽ കല്ല് പെറുക്കണമെങ്കിൽ ആ മണ്ണ് ഇളക്കണം. അങ്ങനെ ഇളക്കി കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ ഏറ്റവും വിശിഷ്ടമായ മുന്തിരി വള്ളി നട്ടു. അപ്പോൾ വെറുതെ ഒരു മുന്തിരിയല്ല നട്ടത്, ഏറ്റവും വിശിഷ്ടമായ, അതായത് നല്ല ഫലം പുറപ്പെടുവിക്കുവാൻ പറ്റുന്ന ഒരു മുന്തിരി വള്ളി അവിടെ നട്ടു. എന്നിട്ട് അടുത്ത കാര്യം എന്താണ്? നടുവിലൊരു ഗോപുരവും പണിതു. അപ്പോൾ ഈ നടുവിൽ, ഈ മുന്തിരി അല്ലെങ്കിൽ വിനിയാടിൻ്റെ നടുവിൽ ഒരു ഗോപുരവും പണിതു. ഗോപുരം എന്തിനാണ്? ഒരു രീതിയിലും ശത്രുക്കൾ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ കടന്നു വന്നതിനെ നശിപ്പിക്കാതിരിക്കുവാൻ, രാവും പകലും ഇതിനെ കാവൽ ചെയ്യുവാൻ തക്കവണ്ണം ഒരു ഗോപുരവും നട്ടു എന്ന് നാം വായിക്കുകയാണ്. എന്നിട്ട് നാം വായിക്കുകയാണ്, ഒരു മുന്തിരിച്ചക്കും അതിൽ ഉണ്ടാക്കി. മുന്തിരിച്ചക്ക്, അതായത് ഈ മുന്തിരി വള്ളിയിൽ നിന്നുണ്ടാകുന്ന ഫലം അവിടെ തന്നെ ആ ചക്കിലിട്ട് മുന്തിരി വൈനായിട്ട് വരുവാൻ തക്കവണ്ണമുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കി ഈ കൃഷിക്കാരൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നിട്ട് വായിക്കുകയാണ്, അതിൽ മുന്തിരിങ്ങ കായ്ക്കുന്നതിനായി അവൻ കാത്തിരുന്നു. മുന്തിരിങ്ങ ഉണ്ടാകുവാൻ അല്പസമയമുണ്ട്, പെട്ടെന്ന് ഉണ്ടാകുകയില്ല. അത് മുന്തിരി വള്ളി വളർന്ന് അതിന് വേണ്ട പരിചരണങ്ങൾ ചെയ്ത് അതിനാവശ്യമായ വെള്ളം നൽകി, അത് ഒരു രീതിയിലും ഒരു പക്ഷികൾ പോലും വന്നതിനെ നശിപ്പിക്കാതിരിക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ട് നല്ല മുന്തിരിങ്ങയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു യജമാനെ കുറിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത്. എന്നിട്ട് വായിക്കുകയാണ്, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. അപ്പോൾ മാസങ്ങൾ കാത്തിരിപ്പിന് ശേഷമുണ്ടായ ഈ മുന്തിരി ഉണ്ടാകുമ്പോഴും നമുക്കറിഞ്ഞുകൂടാ ഇത് കാട്ടുമുന്തിരിയാണ്. അപ്പോൾ മുന്തിരി ഉണ്ടാകുമ്പോഴും വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ മുന്തിരിങ്ങ വിളയും, ഇത് പഴുക്കും, ഇത് ഫലമുള്ള അല്ലെങ്കിൽ രുചിയുള്ള നല്ല മുന്തിരി ആണെന്നുള്ള വലിയ പ്രതീക്ഷയിൽ. കാരണം നട്ടത് അതിശ്രേഷ്ഠമായിട്ടുള്ള മുന്തിരി വള്ളയാണ്. ആ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു തോട്ടക്കാരനെ കുറിച്ചാണ് നമുക്കവിടെ വായിക്കുവാൻ കാണാൻ കഴിയുന്നത്. എന്നാൽ അവൻ്റെ പ്രതീക്ഷയ്ക്ക് വിഘ്നം വരുന്ന രീതിയിൽ അതിന് ഫലമുണ്ടാകുകയാണ്. എന്താണ്? കായ്ച്ചതോ കാട്ടുമുന്തിരി അത്രേ. കാട്ടുമുന്തിരി ആർക്കും കണ്ടു കഴിഞ്ഞാൽ മുന്തിരി പോലെ തന്നെ ഇരിക്കും, പക്ഷേ രുചിച്ചാൽ വായിൽ വയ്ക്കുവാൻ കഴിയുകയില്ല. കായ്ക്കുന്ന അനുഭവം, ഒന്നിനും കൊള്ളാത്ത മുന്തിരി. ആ അപ്രകാരമുണ്ടാകുന്ന ഒരു സാഹചര്യം ഇവിടെ നാം വായിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആകയാൽ യെരുശലേം നിവാസികളെ, യഹൂദ പുരുഷന്മാരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ നിങ്ങൾ ന്യായം വിധിക്കുവിൻ. അതായത് എനിക്കും മുന്തിരിത്തോട്ടത്തിനും മധ്യേ നിങ്ങൾ ന്യായം വിധിക്കുവിൻ. ഞാൻ ഇത്രയധികം കഷ്ടതയോടെ, പ്രയത്നത്തോടെ, സൂക്ഷ്മതയോടെ വേണ്ടതൊക്കെയും നൽകി ഈ മുന്തിരിങ്ങ, നല്ല മുന്തിരിങ്ങ ലഭിക്കുവാനൊക്കെ കാത്തിരുന്നു. എന്നാൽ കായ്ച്ചത് കാട്ടുമുന്തിരി. അതുകൊണ്ട് നിങ്ങൾ ന്യായം വിധിക്കുവിൻ എന്നവരോട് തന്നെ ചോദിക്കുകയാണ്. യെരുശലേം നിവാസികളെ, യഹൂദ പുരുഷന്മാരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ നിങ്ങൾ ന്യായം വിധിക്കുവിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളത് കൂടാതെ മറ്റെന്താണ് അതിൽ ചെയ്യുവാനുള്ളത്? അപ്പോൾ അതിനകത്ത് ഒരു കാര്യത്തിനും ഒരു വീഴ്ച വരുത്തിയിട്ടില്ല. അതിന് വേണ്ടതൊക്കെയും തക്ക സമയത്ത് നൽകി ആ മുന്തിരി നന്നായി വളർന്ന് നല്ല ഫലം പുറപ്പെടുവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ തോട്ടക്കാരൻ വളരെ സൂക്ഷ്മതയോടുകൂടി കാത്തിരുന്നു.
പക്ഷേ ഇവിടെ പറയുകയാണ്, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളത് കൂടാതെ മറ്റെന്താണ് അതിൽ ചെയ്യുവാനുള്ളത്? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നപ്പോൾ അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്തുകൊണ്ട്? അതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച ഫലം അതിൽ നിന്ന് ലഭിക്കാതെ കാട്ടുമുന്തിരി ഒരു പ്രയോജനവുമില്ല, ആർക്കും ഒരു മൃഗങ്ങൾക്ക് പോലും കൊടുക്കുവാൻ കഴിയാത്ത കാട്ടുമുന്തിരിങ്ങയാണ് അതിൽ നിന്നുണ്ടായത്. മാസങ്ങളുടെ പ്രയത്നവും കാത്തിരിപ്പും മാസങ്ങളുടെ പ്രതീക്ഷയ്ക്കും ഭംഗം വരുന്ന ഒരു സാഹചര്യം ഈ ഫലം ഉണ്ടായപ്പോഴല്ല, അത് പഴുത്തപ്പോൾ അനുഭവമാക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഇപ്പോൾ ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് പറയാം, ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും. അപ്പോൾ ആദ്യമായി ചെയ്തത് എന്താണ്? വേലി, ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അതിന് വേലി കെട്ടി. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? അതിൻ്റെ വേലി പൊളിച്ചു കളയും. എന്നിട്ട് പറയുകയാണ്, അത് തിന്നുപോകും, ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിക്കപ്പെടും, ഞാൻ അതിനെ ശൂന്യമാക്കും, അതിൻ്റെ തലപ്പുകൾ മുറിക്കുകയോ തടം കിളയ്ക്കുകയോ ചെയ്യുകയില്ല, മുൾച്ചെടികളും മുള്ളും അതിൽ മുളയ്ക്കും, അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. അപ്പോൾ അത്രയധികം ഭാരമുണ്ടാക്കുകയാണ് യജമാനന്. വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ഈ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് കഴിക്കുന്ന കാട്ടുമുന്തിരിയുടെ ഫലം ലഭിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന യജമാനൻ ആ മുന്തിരിത്തോട്ടത്തെ നശിപ്പിക്കുകയാണ്, അതിൻ്റെ വേലി പൊളിച്ചു കളയുകയാണ്. വേലി എന്ന് പറയുമ്പോൾ സംരക്ഷണം, ആ മുന്തിരിത്തോട്ടത്തിനുണ്ടായിരുന്ന സംരക്ഷണം ആദ്യമേ എടുത്ത് കളയുകയാണ്. ആ സംരക്ഷണം കഴിയുമ്പോൾ പിന്നെ വന്യമൃഗങ്ങൾ അവിടെ കടന്നു വരും. അതാണ് നാം വായിക്കുന്നത്, അത് തിന്നുപോകും, അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും, ഞാൻ അതിൻ്റെ മതിലിടിച്ചു കളയും, അത് ചവിട്ടി മെതിക്കപ്പെടും. വന്യമൃഗങ്ങൾ വന്നതിനെ പൂർണ്ണമായി നശിപ്പിക്കും. മാത്രമല്ല, ഇതിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ ഇനി ഒരു വള്ളി കിളുക്കുവാനോ ഒരു ഫലമുണ്ടാകുവാനോ കഴിയാത്ത തരത്തിൽ അത് നശിപ്പിക്കപ്പെടും എന്ന് ഇവിടെ പറയുകയാണ്. ഞാൻ അതിനെ ശൂന്യമാക്കും, ഒന്നുമില്ലാതാക്കും. എങ്ങനെ? അതിൻ്റെ തലപ്പുകൾ മുറിക്കുകയോ തടം കിളയ്ക്കുകയോ ചെയ്യുകയില്ല, മുൾച്ചെടികളും മുള്ളും അതിൽ മുളയ്ക്കും, അതിൽ മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. ഒരു തുള്ളി വെള്ളം പോലും അവിടെ വീഴാൻ കഴിയാതെ അത് മുഴുവൻ കരിഞ്ഞു പോകുന്ന, ശൂന്യമായി പോകുന്ന ഒരു സാഹചര്യം ഞാൻ അവിടെ ഉണ്ടാക്കും എന്ന് ഇവിടെ പറയുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇതാണ് ഇസ്രായേൽ മക്കൾക്ക് സംഭവിച്ചത്. ഇസ്രായേൽ മക്കളെക്കുറിച്ച് ദൈവത്തിൻ്റെ വലിയ പ്രതീക്ഷ, അവർക്ക് പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദൈവം അവർക്ക് നൽകി. അവർക്ക് വേണ്ടതൊക്കെയും ദൈവം സമൃദ്ധിയായി അവർക്ക് നൽകി. എന്നിട്ട് അവർ വഴിവിട്ടു പോകുമ്പോൾ പോലും ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായ പ്രവാചകന്മാരെ അവിടെ അടുക്കിലേക്ക് ദൈവം അയക്കുന്നുണ്ട്. എന്നാൽ അവരെ ഉപദ്രവിച്ചും അവരെ മർദ്ദിച്ചും അവരെ കൊന്നുമൊക്കെയും അവർ മുമ്പോട്ട് പോവുകയാണ്. കാരണം അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് അവരുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ അതനുസരിക്കുവാനും ദൈവത്തിലേക്ക് തിരിഞ്ഞു വരുവാനും അവർക്ക് മനസ്സില്ലാതെ അവർ അവരുടെ തോന്നുന്ന വഴിയിലൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രമോദമായി ദൈവം തന്നെ പണിയുവാൻ കൽപ്പിച്ച് ദൈവം രൂപകൽപ്പന ചെയ്ത ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നത്. മാത്രമല്ല, ഇസ്രായേൽ ജനതയൊക്കെയും പ്രവാസികളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയാണ്. 70 വർഷക്കാലം പ്രവാസത്തിൽ, ബാബിലോൺ പ്രവാസത്തിലേക്ക് അവർ മടങ്ങിപ്പോകുന്നതായിട്ട്, അവർ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. അപ്പോൾ ഈ മുന്തിരി ചെടിയോട് ചെയ്തത്, ഈ മുന്തിരി തോട്ടത്തോട് ചെയ്തതാണ് ഇസ്രായേൽ ജനതയോട് ദൈവം ചെയ്യുന്നതെന്ന് ഇത് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ദൈവം അവരോട് പറയുന്നുണ്ട്. പലവട്ടം അവർക്ക് താക്കീത് നൽകുന്നുണ്ട്. ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഉള്ള അവസരങ്ങൾ ദൈവം അവർക്ക് പലപ്പോഴായിട്ടും തൻ്റെ പ്രവാചകന്മാരിലൂടെ ദൈവം അവർക്ക് നൽകുന്നുണ്ട്. എന്നാൽ അത് ശ്രദ്ധിക്കുവാനോ അതനുസരിക്കുവാനോ കഴിയാതെ ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ട് മുമ്പോട്ട് പോയ ജനത വലിയ പ്രയാസത്തിലായി തീരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, ഇസ്രായേൽ ജനതയൊക്കെയും ചിതറിപ്പോകുന്ന ഒരു സാഹചര്യം പല സന്ദർഭങ്ങളിലായിട്ട്, പല കാലഘട്ടങ്ങളിലായിട്ട് ലോകമെമ്പാടും ചിതറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് നാം കാണുകയാണ്. കാരണം ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടതിൻ്റെ ഫലമായിട്ട് അവർ നേരിടുന്ന പ്രതിസന്ധികളാണ് ലോക ചരിത്രത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കോണം കഴിയുന്നത്. ഇത് രണ്ടാമത്തെ അനുഭവമായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. മൂന്നാമത് നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായത്തിൻ്റെ 33 വാക്യം, മറ്റൊരു ഉപമ കേൾക്കുവിൻ. വീട്ടുടമയായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിൻ്റെ ചുറ്റും വേലി കെട്ടി, അതിൽ മുന്തിരി ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കൃഷിക്കാരെ പാട്ടത്തിൽ ഏൽപ്പിച്ചിട്ട് മറ്റൊരു ദേശത്തേക്ക് പോയി. അപ്പോൾ ഇതിന് സമാനമായ, അതായത് യെശയ്യാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതിന് സമാനമായ
മറ്റൊരു ഉപമ കർത്താവ് പറയുകയാണ്. എന്താണ്? വീട്ടുടമയായ ഒരു മനുഷ്യൻ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി അതിന് ചുറ്റും വേലി കെട്ടി മുന്തിരിച്ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കൃഷിക്കാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് മറ്റൊരു ദേശത്തേക്ക് പോയി. വിശ്വാസികളായ ക്രിസ്ത്യാനികളായ നമ്മെക്കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് പറയുകയാണ്, എന്താണ്? നമ്മെ ഓരോരുത്തരെയും ദൈവം ഇപ്രകാരമുള്ളൊരു മുന്തിരിയോട് സമാനമായിട്ട് ഉപമിക്കുകയാണ്. മുന്തിരിത്തോട്ടം എന്ന് പറയുമ്പോൾ അവിടെ വേലി കെട്ടി അതിന് വേണ്ട സംരക്ഷണങ്ങൾ നൽകി അത് സൂക്ഷിക്കുവാനുള്ള ഗോപുരമുണ്ടാക്കി മുന്തിരി ചക്ക് അവിടെ കുഴിച്ചിട്ടു. എന്നിട്ട് വളരെ പ്രതീക്ഷയോടുകൂടി ആ യജമാനൻ അത് ദാസന്മാരെ ഏൽപ്പിച്ചിട്ട് കടന്നു പോവുകയാണ്. എന്നിട്ട് നാം വായിക്കുകയാണ്, വിളവെടുപ്പിന് കാലം സമീപിച്ചപ്പോൾ ഫലങ്ങൾ വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കൃഷിക്കാരുടെ അടുക്കിലേക്ക് അയച്ചു. കൃഷിക്കാരോ അവൻ്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി മറ്റൊരുവനെ കൊന്നു, വേറൊരുവനെ കല്ലെറിഞ്ഞു. അപ്പോൾ ഈ യജമാനൻ വലിയ പ്രതീക്ഷയോടുകൂടി ഫലം അന്വേഷിച്ചുകൊണ്ട് കടന്നു വരികയാണ്. തൻ്റെ വേലക്കാരെ അയക്കുമ്പോൾ അവരെ മർദ്ദിക്കുന്നതായിട്ടും അവരെ കൊല്ലുന്നതായിട്ടും ഇവിടെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ദൈവം നമ്മെ വിളിച്ച് ദൈവം നമ്മെ തൻ്റെ മക്കളെന്ന വലിയ പദവിയിലാക്കിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതൊക്കെയും ദൈവം നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. നമുക്ക് കുടുംബജീവിതം, നമുക്ക് കുഞ്ഞുങ്ങൾ, നമുക്ക് സമ്പത്ത്, ഭവനങ്ങൾ, വാഹനങ്ങൾ, ദൈവിക അനുഗ്രഹങ്ങൾ ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുമ്പോൾ ആ ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെടുമ്പോഴാണ് ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവർ നമ്മുടെ അടുക്കിലേക്ക് ദൈവം അയക്കുമ്പോൾ അവരെ സ്വീകരിക്കുവാനോ അവരെ ഉൾക്കൊള്ളുവാനോ അവരെ മാനിക്കുവാനോ കഴിയാതെ അവരെ ഉപദ്രവിക്കുന്ന, അതായത് ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരോടുള്ള വിശ്വസ്തയും നഷ്ടപ്പെടുകയാണ്. ഇങ്ങനൊരു സാഹചര്യത്തെക്കുറിച്ചാണ് കർത്താവ് ഇവിടെ പറയുന്നത്. എന്നിട്ട് കർത്താവ് പറയാണ്, ഒരിക്കൽ അവൻ എൻ്റെ മകനെ അവൻ ആദരിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ മകനെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. മകനെ കണ്ടിട്ട് കൃഷിക്കാർ, ഇവൻ അവകാശി, വരുവീൻ നമുക്കിവനെ കൊന്ന് അവൻ്റെ അവകാശം കൈവശമാക്കാമെന്ന് പരസ്പരം പറഞ്ഞു. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. ഇത് മറ്റാരുമല്ല, തന്നെക്കുറിച്ച് തന്നെ, യേശുവിനെക്കുറിച്ചാണ് ഇത് പറയുന്നത്. പിതാവാം ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. ആ മകനെയെങ്കിലും അവർ സ്വീകരിക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ അയക്കുമ്പോൾ അവനെയും കേൾക്കുവാൻ മനസ്സില്ലാതെ, അവൻ പറയുന്നത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ഈ മകനെയും കൊല്ലുന്ന സാഹചര്യം നമുക്കിവിടെ കാണുവാൻ തക്കോണം കഴിയുകയാണ്. കർത്താവിന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടതൊക്കെയും നൽകി ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെ പരിപോഷിപ്പിച്ച് നമ്മെ വഴി നടത്തുകയും ചെയ്യുമ്പോൾ ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം കണക്കുകൾ കൊടുക്കേണ്ടതാണ്. ദൈവം തരുന്ന എല്ലാ അനുഗ്രഹവും, കുഞ്ഞുങ്ങളില്ലാതെ എത്രയോ ദമ്പതിമാർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതിനെക്കുറിച്ചുള്ള ഭാരത്തോടു കൂടി അവർ നേർച്ചകൾ കഴിക്കാറുണ്ട്. ദൈവം നമുക്ക് കുഞ്ഞുങ്ങൾ ദാനമായി ദൈവം നമുക്ക് നൽകിയിട്ടില്ലേ? ഭവനമില്ലാതെ എത്രയോ പേർ ദുഃഖിക്കുന്നുണ്ട്. ദൈവം നമുക്ക് ഭവനം നൽകിയിട്ടില്ലേ? ജോലിയില്ലാതെ, നല്ലൊരു ജോലി ലഭിക്കാതെ എത്രയോ പേർ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ദൈവം അത് നൽകിയിട്ടില്ലേ? അങ്ങനെ ജീവിതത്തിൽ വേണ്ടതൊക്കെയും ദൈവം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിച്ച് നമ്മെ വഴി നടത്തുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം, നമ്മെ ദൈവം എപ്രകാരം സ്നേഹിക്കുന്നുവോ അപ്രകാരം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തോടുള്ള വിശ്വസ്തത നമുക്കുണ്ടാകുകയും ചെയ്യണമെന്ന് ദൈവം ഇപ്പോഴും ആഗ്രഹിക്കുകയാണ്. കാരണം നല്ല ഫലമാണ് ദൈവം നമ്മളിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 16-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിന് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനാണ്? നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും അത്ര. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് വലിയ പ്രതീക്ഷ, എന്നെയും നിങ്ങളെയും കുറിച്ച് വലിയ പ്രതീക്ഷയാണ്. നല്ല ഫലം നാം ഈ ഭൂമിയിൽ വസിക്കുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ദൈവം നമുക്കെല്ലാം നൽകിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹം, നാം ഒരുപക്ഷെ അധ്വാനിച്ച് ജോലി ചെയ്തായിരിക്കാം പണം ഉണ്ടാക്കുന്നത്. പക്ഷേ ദൈവമാണ് അതിനുള്ള അവസരം നമുക്ക് നൽകിയിട്ടുള്ളത്. ജോലി തന്നത് ദൈവമാണ്, പഠിക്കുവാനുള്ള കഴിവ് തന്നത് ദൈവമാണ്, ജോലി ചെയ്യാനുള്ള ആരോഗ്യം തന്നത് ദൈവമാണ്. അപ്പോൾ ഇതൊന്നുമില്ല എങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവം നൽകിയ ദാനമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാം. അതുകൊണ്ട് ആ ദൈവത്തിൽ ഉള്ള വിശ്വസ്തതയ്ക്ക് ഒരു ഭംഗവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും ഒക്കെയും ജോലികൾ ലഭിച്ച് ജീവിതത്തിൽ അനുഗ്രഹങ്ങളും നന്മകളുമായി മുമ്പോട്ട് പോകുമ്പോൾ പലപ്പോഴും ദൈവത്തെ മറന്നു പോകുന്ന നേരെ നമുക്ക് കാണുവാൻ കഴിയും.
ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്ന അനേരെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് അത് വലിയ ഭാരമാണ് എന്ന് ഈ ഉപമകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ തൊക്കെ കഴിയും. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ ഫലങ്ങളെക്കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. 5-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാകുന്നു. അപ്പോൾ ഇത് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുകയാണ്. നാമുമായി ബന്ധപ്പെടുന്ന വ്യക്തികളോട് നമ്മുടെ സമീപനം സ്നേഹത്തോടെ, ആദരവോടെ, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മളിലൂടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ദൈവം എപ്പോഴും ആഗ്രഹിക്കണം. അതാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. ദൈവത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന പണത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വിഹിതം കിട്ടുന്ന ദൈവത്തിന് നമുക്ക് ദൈവം നൽകിയതുകൊണ്ടാണ് നമുക്ക് കൊടുക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി, ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ അനുയായി, നമ്മളിലൂടെ ക്രിസ്തുവിനെ ഓരോരുത്തരും കാണുവാൻ, നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോരുത്തരും കാണുവാൻ കഴിയണം. അത് ഈ സ്വഭാവം ഉണ്ടാകുമ്പോൾ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നന്ദിയോടുകൂടി ഓർത്ത് നല്ലവനും വിശ്വസ്തനും എന്നുള്ള വിളി കേൾപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.